ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ശ്രീനിവാസനില്ലാത്ത ഒരു മലയാള സിനിമ, ശ്രീനിവാസനില്ലാത്ത ഒരു അഭിനയ ലോകം, ശ്രീനിവാസനില്ലാത്ത റിയാലിറ്റി ഷോകൾ, ശ്രീനിവാസനില്ലാത്ത സാമൂഹിക ചുറ്റുപാടുകൾ, ശ്രീനിവാസനില്ലാത്ത രാഷ്ട്രീയ ചുറ്റുപാടുകൾ. സിനിമാ ലോകത്തിന് മാത്രമല്ല ശ്രീനിവാസന്റെ മരണത്തിലൂടെ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് പല തലങ്ങളിലാണ് എന്നുള്ളതാണ്. ശ്രീനിവാസന് പകരം ശ്രീനിവാസൻ മകൻ മാത്രമാണ്. സിനിമാ ലോകത്തിന് 2 മക്കളെ അദ്ദേഹം സമ്മാനിച്ചെങ്കിൽ കൂടി ശ്രീനിവാസന് പകരം റീപ്ലേസ് ചെയ്യാൻ അവരെ കൊണ്ടും സാധിക്കില്ല. എനിക്കറിയാം, ഇപ്പോ സൈക്കിൾ എന്ന് പറഞ്ഞൊരു സിനിമ വിനീത് ശ്രീനിവാസൻ അഭിനയിച്ച സിനിമ വിനു മോഹനുമായി വന്നപ്പോൾ വീണ്ടും മോഹൻലാൽ ശ്രീനിവാസൻ കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. ഇവരുടെ ഒന്നും 7 എത്താൻ പുതിയ തലമുറയ്ക്ക് ആയിട്ടില്ല. ഒരുപക്ഷെ നാളെ ആകുമായിരിക്കും, എനിക്കറിയില്ല. എങ്കിലും ശ്രീനിവാസന് എന്ന എഴുത്തുകാരനെ പകരം വെക്കാൻ ആരുമില്ല. ഇന്നിന്റെ കാലത്തും ഏറ്റവും വലിയ പൊളിറ്റിക്കൽ അപ്ഡേഷൻസിലും സന്ദേശം എന്ന സിനിമ റഫർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ കാലത്തിനു മുന്നേ സഞ്ചരിച്ചൊരു കലാകാരന്റെ, സാഹിത്യകാരന്റെ ദീർഘവീക്ഷണം, അദ്ദേഹത്തിന്റെ മികവ്, അത് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല.